നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാനൊരു മണി പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് മണി പ്ലാന്റ് വീട്ടിലുള്ള മണി പ്ലാന്റ് എല്ലാം കട്ട് ചെയ്ത് ഒരു ബോട്ടിലാക്കി കുറച്ച് പെബിൾസൊക്കെ ഇട്ട് നമുക്ക് നല്ല ഭംഗിയാക്കി ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇതിപ്പോൾ ഈ വീഡിയോയുടെ തമ്മിൽ കൊടുത്തേക്കണ പോലെ നമുക്കൊരു സീക്രട്ട് പൊടിയും കൂടി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പെബിൾസും അതേപോലെ ബോട്ടിൽ മേടിക്കാൻ റെഡിയായി നിൽക്കണം കേട്ടോ പോകാൻ വേണ്ടി. ഞാൻ തമ്മിൽ കണ്ടല്ലോ ഒരു പൊടി, വീട്ടിലുള്ള ഒരു പൊടി കൊണ്ട് നമുക്കിത് നല്ലോണം വളർത്തുക എന്നുള്ളത്. ആ പൊടി ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ വഴിയെ. അപ്പോൾ ഇതിപ്പോൾ കൊടുങ്ങല്ലൂർ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ നഴ്സറിയിലാണ് കേട്ടോ പോണത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു നഴ്സറി പോയിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ, പെബിൾസൊക്കെ മേടിക്കാൻ പോയത്. പക്ഷെ ആ നഴ്സറിയിൽ ഇതേപോലത്തെ ബോട്ടിലുകൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്കിങ്ങനെ ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ ബോട്ടിലില്ലേ, അത് നോക്കിയാണ് ഞാൻ പോയത്. അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ കിട്ടിയത്, ഈ വൃന്ദാവൻ നഴ്സറി ആൻഡ് അക്വേറിയം ഇവിടെ നിന്നാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ മീനൊക്കെ ഉള്ളത് കാരണം ഇവിടെ അങ്ങനെ ചെറിയ ബോട്ടിലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മേടിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഇവിടത്തെ ചെടികളൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ. ഒരുപാട് താമരയുടെ വെറൈറ്റികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഇങ്ങനെ പൂവായിട്ടില്ല, താമരയൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് നമുക്കറിയില്ല എന്താ കളറൊന്നും അറിയില്ല. അതേപോലെ ആയ പൂവൊക്കെ താമരയൊക്കെ ആണെങ്കിൽ വാടിയിരിക്കണമായിരുന്നു. പിന്നെ കുറേ റോസൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്തുകൊണ്ടാണ് കേട്ടോ, ഒന്നും പൂക്കളൊക്കെ അത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ മീനിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ ഒരു ബോട്ടിലില്ലേ, ഇതാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് മേടിച്ചത്. അപ്പോൾ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ നമ്മുടെ മണി പ്ലാന്റ് കെയറിങ്ങിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില്ലിൻ്റെ ബോട്ടിലാണ് നല്ലത് കൂടുതൽ പ്ലാസ്റ്റിക്കിനേക്കാളെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മേടിച്ചത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് കേട്ടോ, വേറൊന്നും കൊണ്ടല്ല, ചില്ലിൻ്റെ ബോട്ടിലാണ് ഞാൻ മേടിക്കാൻ വേണ്ടി പോയത്. പക്ഷെ എൻ്റെ മോൻ സമ്മതിച്ചില്ല കേട്ടോ മേടിക്കാനായിട്ട്. അവനിക്ക് ഇവിടെ മീനൊക്കെ കണ്ടപ്പോൾ അവനിക്ക് മീനെ ഇട്ട് വയ്ക്കാനായിട്ട് ഈ ബോട്ടിലിൻ്റെ ഭംഗി കണ്ടപ്പോൾ അവനിക്ക് ആ ബോട്ടിൽ മേടിക്കണമെന്ന് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും രണ്ടെണ്ണം ചില്ലിൻ്റെയും അതേപോലെ അവനിക്ക് പ്ലാസ്റ്റിക്കിൻ്റെയും ഒന്നും മേടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ അവനിക്ക് വേണ്ടി തന്നെ ഈ 2 ബോട്ടിലുകൾ കണ്ടോ, നല്ല ഭംഗിയിലേ കാണാനായിട്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. അതേപോലെ പെബിൾസ് കേട്ടോ, 40 രൂപ കേട്ടോ അത്രയും പെബിൾസിന് ഞാൻ കൊടുത്ത പൈസ. അപ്പോൾ നമ്മൾ അതൊക്കെ മേടിച്ചിറങ്ങി. അപ്പം ഞാൻ ഇതിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ഇത് വെക്കുന്നുണ്ടെങ്കിലും ഞാനത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണുള്ളൂ, പെബിൾസൊക്കെ ഇട്ടൊന്ന് ഭംഗിയാക്കി വെക്കണുള്ളൂ. അതിന് ശേഷം ഞാനത് മാറ്റി ചില്ലിൻ്റെ തന്നെ ബോട്ടിലോട്ട് ഇടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവനിക്ക് ആ ബോട്ടിൽ അവനിക്ക് മീൻ വേണമെന്ന് പറഞ്ഞ് നടപ്പുണ്ട്. അപ്പം ഇന്ന് മേടിച്ചില്ലായിരുന്നു കേട്ടോ മീൻ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് മീൻ മേടിച്ചാലെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലോട്ട് ഇടാനായിട്ട്. അപ്പോൾ അതിന് മുമ്പ് ആ ബോട്ടിൽ അവന് തിരിച്ച് കൊടുക്കണം എനിക്ക്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പൊടി എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെയുള്ള മുട്ടയുണ്ടല്ലോ, അതേപോലെ പുഴുങ്ങിയ മുട്ടയല്ല കേട്ടോ, നമ്മൾ ഓംലേറ്റ് ബുൾസയൊക്കെ ഉണ്ടാക്കാൻ എടുക്കൂലേ, അപ്പോൾ അതേപോലെ അതൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും ബാക്കി വന്ന തോടൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഇതേപോലെ പൊടിച്ച് വെക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കണമെങ്കിൽ അങ്ങനെ പൊടിച്ച് സൂക്ഷിക്കാം. എന്നിട്ട് നമുക്ക് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാനിത് കൈമച്ചനെ പൊടിച്ചത്. അപ്പോൾ 1-2 ദിവസം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണിത് ഒന്ന് സെറ്റായി കിട്ടിയത് എനിക്ക്. അപ്പം ഞാൻ ഇതാണ് കേട്ടോ, ഈ വെള്ളമാണ് നമ്മൾ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് അത് 2 ദിവസം മുമ്പാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കി വെച്ചത്. അതിന് ശേഷമാണ് നമ്മൾ ഈ പെബിൾസൊക്കെ മേടിക്കാൻ പോയതും ബോട്ടിൽ മേടിക്കാൻ പോയതും അതൊക്കെ വന്നതിന് ശേഷം നമ്മൾ പിന്നെ മണി പ്ലാന്റ് കട്ട് ചെയ്ത്, ഈ മണി പ്ലാന്റാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ബോട്ടിലിൽ ഇടാനായിട്ട് ഈ മണി പ്ലാന്റാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഒരുപാട് ഇങ്ങനെ ലോങ് ആയിട്ട് താഴത്തോട്ട് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും അത് 2 കമ്പതിൽ നിന്ന് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഒരു 2 എണ്ണം മതി, 2 ബോട്ടിലല്ലേ ഉള്ളൂ. അപ്പോൾ 2 ബോട്ടിലിടാനായിട്ട് 2 എണ്ണം മതി, 2 കമ്പ് മതി. അപ്പോൾ ഞാൻ 1 എണ്ണം നല്ല ലെങ്ത്തിൽ തന്നെ മുറിച്ചെടുത്തിട്ട് 2 ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ ഈ ചെടിച്ചട്ടി തന്നെ എടുത്ത് വെച്ചിട്ടോ, ചെടിച്ചട്ടി. ഇത് നമുക്കിനി വേറെ റീപ്പോർട്ട് ചെയ്യാനുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ മണ്ണൊക്കെ കുറവുള്ളൂ. ഇപ്പം ഞാൻ ഇതേപോലെ ഒരു കമ്പ് ഇങ്ങനെ കിട്ടിയപ്പോൾ ഇത് വെച്ചതാണ് കേട്ടോ. ഇതിങ്ങനെ വളർത്തിയെടുത്തതാണ്. ഒരുപാട് നല്ല നീട്ടമൊക്കെ ആയിട്ട് ചെറിയൊരു കമ്പായിട്ടോ വെച്ച് ഇതേപോലെ നന്നായിട്ട് വളർത്തിയെടുത്തതാണ് ഞാൻ. പിന്നെ ഞാൻ ഇത് അന്നൊരു കുഞ്ഞു കമ്പായതുകൊണ്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നല്ലോണം വലുതായതിന് ശേഷം നല്ലോണം മണ്ണ് കുറവുണ്ട്. അപ്പോൾ കുറച്ച് മണ്ണോ അല്ലെങ്കിൽ ചകിരിച്ചോറൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു പോട്ടും കൂടി സെറ്റ് ചെയ്യണം. എനിക്ക് ആവശ്യമുള്ളൊരു തണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതൊക്കെ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചിട്ടോ. അപ്പോൾ ഞാൻ ഈ മതിലിൻ്റെ മേലെയാണ് കേട്ടോ ഇത് മണി പ്ലാന്റൊക്കെ വെക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് ഈ ഒരു മണി പ്ലാന്റ് മാത്രം ഇതുകൊണ്ടിട്ട് ഞാൻ ഈ പ്ലാന്റിൻ്റെ മാത്രം വീഡിയോ ഇടുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് മണി പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ
ഇത് സംബന്ധമായിട്ടുള്ളതാണ് യൂട്യൂബിൽ ഞാൻ നോക്കാറുള്ളതും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഓരോ അറിവുകളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനത് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. കാരണം ഇത് മഴയത്തൊക്കെ ഇരുന്ന കാരണം കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ബോട്ടിലിൽ ആ ഒരു മൂടി ഞാൻ മാറ്റി വെച്ചിട്ടോ. അതിന് ശേഷം ഇതിൽ നല്ലോണം വെള്ളം നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ചില്ലിനേക്കാളും നമുക്ക് ഇങ്ങനെ ഡൈനിങ് ടേബിളിലൊക്കെ വെക്കുമ്പോൾ ഇതേപോലത്തെ തന്നെ ബോട്ടിലാണ്ടോ നല്ലത്. അല്ലെങ്കിൽ പിന്നെ അതുങ്ങൾ ഇപ്പോൾ എൻ്റെ മോനാണെന്നുണ്ടെങ്കിലും അവനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ചെടി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കല്ല് പെബിൾസ് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവനക്ക് കളിക്കണമെന്ന് തോന്നുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൈയിട്ട് ആ കല്ലൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ തന്നെ ബോട്ടിലാണ് നല്ലതെന്ന് തോന്നി എനിക്ക്. ഇതിപ്പോൾ ഇങ്ങനെ നല്ല സെറ്റാക്കി ഞാൻ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട് ഇത് 2 എണ്ണം. അപ്പോൾ ഞാനിത് ഒരു കമ്പിത് നല്ലോണം ഇലയൊക്കെ ഒരുപാട് ഇല ഉണ്ടായിരുന്നു. അപ്പോൾ ഇലയൊക്കെ കളഞ്ഞു. അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ ഇല കളഞ്ഞപ്പോഴേക്കും കുറച്ച് കൂടുതൽ ഇല പോയിട്ടോ. അപ്പോൾ ആകെ ആ ഒരു തണ്ടിൽ 3 ഇല മാത്രം ബാക്കിയായി. പിന്നെ ഞാനത് ഈ ബോട്ടിലോട്ട് ഈ നമ്മുടെ ഈ വേരൊക്കെ ഉണ്ടല്ലോ, വേരൊക്കെ നല്ലോണം വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന വിധത്തിൽ വെച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് കുറച്ചും കൂടി ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടിരുന്നാണേ. ഇതിപ്പോൾ ഒരു 3 ഇലയുള്ളൂ, എന്നാലും ഈ കുഴപ്പമില്ല. ഈ ഒരു ബോട്ടിലിന് ഇത് കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, ഇതേപോലെ നല്ല ഭംഗിയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അതിന് രണ്ടാമത്തതിലും അപ്പം ഞാൻ രണ്ടാമത്തതിൽ കുറച്ചധികം ഇലകൾ തന്നെ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ 2-3 ഇലകൾ മാത്രമേ ഞാൻ കളഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞാൻ അതും നമ്മുടെ വേരൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ അത് നല്ലോണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 40 രൂപയുണ്ടാണ് എനിക്കായത്. ആ ഇരിക്കുന്ന പെബിൾസ് ഉണ്ടല്ലോ, എൻ്റെ ആ ഗ്ലാസിൻ്റെ അടുത്തിരിക്കുന്ന പെബിൾസിന് അത്രയും പെബിൾസ് മേടിച്ചിട്ട് 40 രൂപയുണ്ടായത്. അപ്പോൾ കുഞ്ഞു പെബിൾസാണ്. നമുക്ക് ഇങ്ങനത്തെ കുഞ്ഞു ബോട്ടിലൊക്കെ ഇട്ട് വെക്കാൻ ഉള്ള പാകത്തിനുള്ള പെബിൾസാണ് കേട്ടോ മേടിച്ചത് ഞാൻ. അപ്പം ഞാൻ ഇത് നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചപ്പോഴേക്കും നല്ല കുറച്ചും കൂടി നല്ല ബുഷിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് ലാസ്റ്റ് പെബിൾസൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും ഇതിലും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇനി നമുക്കിതിൽ നമ്മൾ മേടിച്ച് വെച്ച പെബിൾസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇലയൊക്കെ നല്ലോണം കഴുകി തന്നെ നല്ല ഫ്രഷായിട്ട് ഇരിപ്പുണ്ട്. അതേപോലെ പുറത്ത് വെച്ചതായിരുന്നല്ലോ, അപ്പം മഴവെള്ളമൊക്കെ കൊണ്ടിട്ട് നല്ല ഫ്രഷായിട്ട് തന്നെ ഇതിൻ്റെ ഇലയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ വെട്ടി മാറ്റിയ ഇലകളൊക്കെ കളഞ്ഞു. ഇനി നമുക്കിതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ, മുട്ടത്തോടിൻ്റെ വെള്ളം, അത് അരിച്ചെടുത്തതാണ് കേട്ടോ. ഇനി അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി, ഒരുപാട് ഒഴിക്കേണ്ട. ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെ കളറ് മാറും. പക്ഷേ ഇതൊരു കഞ്ഞി വെള്ളത്തിൻ്റെ പോലത്തെ ഒരു കളറായിട്ട് കിട്ടും. മുട്ടത്തോട് ഇട്ട് വെച്ചതാണല്ലോ. അപ്പോൾ ഞാൻ മുട്ട മിക്സിയിൽ പൊടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തലേ ദിവസം ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. അതല്ല നമ്മൾ കൈ കൊണ്ട് പൊടിക്കണമെങ്കിൽ 1-2 ദിവസം വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് വേണം ആ വെള്ളം എടുക്കാനായിട്ട്. പിന്നെ അതേ പെബിൾസ് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ 2 എണ്ണത്തിൻ്റെ ഉള്ളിലോട്ട് ഇത്രയും ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാനൊരു 40 രൂപയ്ക്ക് മേടിച്ചതാണ്. നമുക്ക് ഇതിലും കുറച്ച് മതി, പെബിൾസൊന്നും ഇത്രയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ പെബിൾസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാനുണ്ട്. ഇതൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ടേബിളിലൊക്കെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പീനേക്കാളും നല്ലത് ചില്ലിൻ്റെ കുപ്പി തന്നെയാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടാവും. ചെടിക്കും നല്ലതാണ്. പ്ലാസ്റ്റിക്കിനേക്കാളും നല്ലതാണല്ലോ ചില്ലിൻ്റെത്. അപ്പോൾ ഇതാണ് ഞാൻ പെബിൾസൊക്കെ ഇട്ട് വെച്ചിട്ട് ലാസ്റ്റത്തെ ഒരു ലുക്ക് എന്ന് പറയണത്. അപ്പോൾ 2 എണ്ണത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൽ കുറച്ചല്ല കുറഞ്ഞ പോലെ തോന്നി കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു തണ്ടും കൂടി വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒപ്പം വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കും. പക്ഷെ ഞാൻ വെച്ചില്ല കേട്ടോ. ഞാനിത് ഇങ്ങനെ തന്നെ വെച്ചുള്ളൂ. നമുക്കിനി ഇതിൽ ചില പേരകളൊക്കെ വരുമല്ലോ, അപ്പോൾ പിന്നെ നല്ല ഭംഗിയായിട്ടിരുന്നോളും. അപ്പോൾ ഞാൻ ഇതിലും പെബിൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേന 2 ബോട്ടിലിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് ഇത് നേരെ നമ്മുടെ ടേബിളിന്മേലാണ് കൊണ്ടുപോയി വെച്ചത്. അപ്പോൾ ടേബിളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മോനിക്ക് ഇടയ്ക്ക് കല്ല് അതിൽ നിന്ന് എടുത്ത് മാറ്റുന്ന ഒരു ഇതുണ്ട് കേട്ടോ. അവനിക്ക് തോന്നുമ്പോൾ അവനിക്ക് കളിക്കാൻ തോന്നുമ്പോഴേക്കും അവൻ അതിൽ നിന്ന് കല്ലൊക്കെ ഓരോന്നായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ബാക്കി കുറേ പെബിൾസ് എനിക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് അധികമൊന്നും നമുക്ക് വേണ്ടി വരില്ലല്ലോ. അപ്പോൾ ബാക്കി ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ഭംഗിയുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ. നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിൽ അതേപോലെ കിച്ചണിൽ നമുക്ക് ജനാലയുടെ അവിടെയൊക്കെ വെക്കാൻ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ 2 എണ്ണം ഞാനെടുത്ത് ടേബിളിൽ കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ടേബിളിൽ നമുക്കത് 2 കൂടി വെച്ചപ്പോഴേക്കും ബോറായിട്ടൊന്നും തോന്നിയില്ല എനിക്ക്. 2 എണ്ണവും പിന്നെ ടേബിളിൽ ഒരു ചെറുതും കൂടി ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു ബോട്ടിലിൽ ഞാൻ ഇതേപോലെ മണി പ്ലാന്റ് ഇട്ട് ഫസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോട്ടിലിൽ, ആ ചില്ലിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിൽ മണി പ്ലാന്റ് ഒന്നും അത്ര നന്നായിട്ടല്ല ഇരിക്കണത്.
മോൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കല്ലൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. അത് കാരണം അപ്പോൾ പിന്നെ അതൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവിടെ തന്നെ വെച്ചു. പിന്നെ നമ്മുടെ ഈ ഇപ്പം ഉണ്ടാക്കിയ പുതിയ 2 ബോട്ടിലുകളും ഇതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ. അപ്പം എനിക്ക് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.